അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് കൂടുതൽ നന്മകൾ ചെയ്യുവാനുള്ള തൗഫീക്ക് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഇന്ന് ഈ ആധുനിക സമൂഹത്തിൽ പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് വിട്ടുവീഴ്ചയില്ലായ്മയാണ്. മനുഷ്യ മനസ്സുകളിൽ നിന്ന് ക്ഷമയും വിട്ടുവീഴ്ചയും ഇല്ലാതാകുന്നതോടുകൂടി പല പ്രശ്നങ്ങൾക്കും തുടക്കമാകുകയും അത് ഒരു വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാകുന്നതായി നമുക്ക് കാണാൻ കഴിയും. തൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളോടും അതുപോലെ തന്നെ താൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും മറ്റുള്ള ആളുകളുമായി കൂടിച്ചേരുമ്പോൾ, സഹവസിക്കുമ്പോൾ, അത് തൻ്റെ കുടുംബത്തിലാകട്ടെ, അത് തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ടാകട്ടെ, സ്ഥാപനങ്ങളിലാകട്ടെ, എല്ലാ മേഖലകളിലും മനുഷ്യൻ വിട്ടുവീഴ്ചയില്ലാതെയാകുമ്പോഴാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു, റസൂലേ, ജാഅ റജുലുൻ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, കം നഅഫു അനിൽ ഖാദിം, എങ്ങനെയാണ് ഞാൻ ഒരു സേവകനോട്, എൻ്റെ വേലക്കാരനോട് ഞാൻ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇത് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഫസമത്, അദ്ദേഹം മൗനം പാലിച്ചു, ഒന്നും മിണ്ടിയില്ല. സുമ്മ ആദ അലൈഹിൽ കലാം, വീണ്ടും അദ്ദേഹം ഈ ചോദ്യം ആവർത്തിച്ചു. ഫസമത്, അപ്പോഴും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒന്നും മിണ്ടാതെ മൗനം പാലിച്ചു. ഫലമ്മ കാന ഫി സാലിസ, മൂന്നാമതും അദ്ദേഹം ഈ ചോദ്യം ആവർത്തിച്ചപ്പോൾ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ സേവകനോട് ഞാൻ എങ്ങനെയാണ്, എത്ര പ്രാവശ്യമാണ് ഞാൻ വിട്ടുവീഴ്ച നടത്തേണ്ടത്, വിട്ടുവീഴ്ച ചെയ്യേണ്ടത് എന്ന് മൂന്നാമതും ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ചോദിച്ചപ്പോൾ, ആ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഫു അൻഹു ഫി കുല്ലി യൗമിൻ 70 മറ, നീ അവന് വിട്ടുവീഴ്ച ചെയ്യണം, ഫി കുല്ലി യൗമിൻ, എല്ലാ ദിവസവും 70 മറ, 70 പ്രാവശ്യം നീ വിട്ടുവീഴ്ച ചെയ്യണം. പ്രിയമുള്ളവരെ, ഒരു ദിവസം തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന തൻ്റെ സേവകന്, അദ്ദേഹത്തിന് ഒരു ദിവസം 70 പ്രാവശ്യം വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ്റെ അനുയായികളായ നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടുകളിൽ, നാം സഹവസിക്കുന്ന നമ്മുടെ മേഖലകളിൽ എല്ലായിടത്തും ഈ ഒരു വിട്ടുവീഴ്ച നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് നമുക്കത് ഉൾക്കൊള്ളുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജനിച്ച നാട്ടിൽ നിന്ന് ശത്രുക്കളുടെ ഉപദ്രവം സഹിക്കാതെ വയ്യപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അമ്മാവൻ്റെ നാടായ, അതുപോലെ തന്നെ തൻ്റെ ഉമ്മയുടെ നാടായ തായിഫിലേക്ക് മക്ക വിട്ട് പോവേണ്ടി വന്നിട്ടുണ്ട്. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുയുടെ കൂടെ തായിഫിലേക്ക് പോവുകയും തനിക്കവിടെ അഭയം ലഭിക്കും, തനിക്കവിടെ തൻ്റെ ദീൻ പ്രബോധനം ചെയ്യാൻ സാധ്യമാകുമെന്ന ഉദ്ദേശത്തോടു കൂടി മക്കയിൽ നിന്ന്, പിറന്ന മണ്ണിൽ നിന്ന് തായിഫിലേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയാവുകയാണ്. പക്ഷേ അവിടെ എത്തിയപ്പോഴും വികൃതി കുട്ടികളെ കൊണ്ടും മറ്റുള്ള ആളുകളെ കൊണ്ടും പ്രവാചകനെ ഉപദ്രവിക്കാനാണ് തായിഫുകാർ അവിടുന്ന് ശ്രമിച്ചത്. തൻ്റെ കാലിൽ നിന്നും മുഖത്തിൽ നിന്നും രക്തം ഒഴുകി ആ സമയത്ത് തായിഫിൻ്റെ മണ്ണിൽ നിന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മടങ്ങിപ്പോരുകയാണ്. ക്ഷീണിതനായിക്കൊണ്ട് ഒരു മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ അദ്ദേഹം ഇരിക്കുകയാണ്. അവിടുന്ന് വീണ്ടും മക്കയിലേക്ക് മടങ്ങുന്ന വഴി ജിബ്രീൽ അലൈഹിസ്സലാമും അതുപോലെ തന്നെ മലകളുടെ ചുമതലയുള്ള മലക്കും വന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പറയുകയാണ്, റസൂലേ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, മുഹമ്മദേ, അള്ളാഹുവിൻ്റെ ഓർഡറുണ്ട്, നിങ്ങളെ ഉപദ്രവിച്ച
ആ ഒരു സമുദായത്തെ നശിപ്പിക്കുവാൻ ഈ 2 മലകളും ഞാൻ യോജിപ്പിക്കാം, അവരുടെ മേൽ മറിച്ചിടാം എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മലക്ക് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് അംഗീകാരം നൽകിയില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു അവിടുന്ന്, അല്ലാഹുമ്മ അഗ്ഫിർലി ഖൗമി, അള്ളാഹുവേ ഈ ഒരു സമുദായത്തിന് നീ പുറത്തു കൊടുക്ക്, ഫഇന്നഹും ലാ യഅലമൂൻ, അവരെന്താണ്, അറിവില്ലാത്തവരാണ്. അപ്പോൾ ജീവിതത്തിൽ തനിക്ക് തൻ്റെ ശത്രുക്കൾക്കെതിരെ പ്രതികാര നടപടി ചെയ്യാനുള്ള അവസരമുണ്ടായിട്ടും അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായിട്ട് അതുമായി മലക്കുകൾ വന്നപ്പോഴും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു ജനതക്ക് വിട്ടുവീഴ്ച ചെയ്തതായിട്ട് നമുക്ക് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയല്ലേ അല്ലാഹു തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്, വല്യഅഫു വല്യസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹ് വല്യഅഫു വല്യസ്ഫഹു, നിങ്ങൾ എന്ത് ചെയ്യുക, മാപ്പ് നൽകുകയും അതുപോലെ തന്നെ വല്യസ്ഫഹു, നിങ്ങൾ വിട്ടുകൊടുക്കുകയും ചെയ്യുവിൻ. അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, അൻ യഗ്ഫിറല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിന് വേണ്ടി നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ. എന്നിട്ട് അള്ളാഹു പറയുന്നു, വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹുവാണ് ഏറ്റവും പൊറുക്കുന്നവനും കരുണാനിധിയുമായിട്ടുള്ളത് അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ ഇസ്തിഗ്ഫാറും നമുക്ക് ലഭിക്കണമെങ്കിൽ, പാപമോചനവും നമുക്ക് ലഭിക്കണമെങ്കിൽ, നമ്മുടെ സഹവാസികളോട്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ, നാം ഇടപഴകുന്ന മേഖലകളിൽ മറ്റുള്ള ആളുകൾക്ക് നാം വിട്ടുവീഴ്ച ചെയ്യുന്നവരായി, മറ്റുള്ള ആളുകളോട് പെരുമാറുമ്പോൾ അവർക്ക് കാരുണ്യം ചൊരിയുന്നവരായി നമ്മൾ മാറിയെങ്കിലേ അള്ളാഹുവിൻ്റെ ആ ഭവനത്തിൽ നമുക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ, അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നമ്മുടെ ചുറ്റുപാടുകളിൽ, നാം ജീവിക്കുന്ന മേഖലകളിൽ, നാം വർക്ക് ചെയ്യുന്ന ഏരിയകളിൽ, എല്ലായിടത്തും മനുഷ്യരുമായി ഇടപഴകുന്ന എല്ലാ മേഖലകളിലും നമ്മൾ പരമാവധി വിട്ടുവീഴ്ചയോടുകൂടി ക്ഷമയോടുകൂടി ജീവിക്കുവാനുള്ള തൗഫീക്ക് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.